എന്നാൽ ഇതൊരു സാധാരണഗതിയിലുള്ള പരിശോധന മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ സ്വാഭാവികമായി നടത്തുന്ന കർമ്മം മാത്രമാണ്. ഭയക്കാനുള്ളവരാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. LDFിൻ്റെ വാദഗതികളെക്കുറിച്ച് പറയാൻ ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി ചൊല്ലുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. SKN ഈ വിഷയം ഒരു വിവാദമാക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഇടതുപക്ഷവും പോയിരിക്കുന്നു. കാരണം അവരുടെ മുൻപിൽ പാലക്കാട്ടെ ഒരു നീലപ്പെട്ടി വിവാദം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഉദ്യോഗസ്ഥർക്ക് അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് ഈ ഘട്ടത്തിൽ പരിശോധനകൾ നടത്തുന്നത്. അതിൽ പോലീസിനോ അല്ലെങ്കിൽ മറ്റു സംവിധാനം ഉദ്യോഗസ്ഥർക്കോ യാതൊരു പങ്കുമില്ല എന്നൊരു നിലപാടാണ് CPIM അല്ലെങ്കിൽ LDF നേതൃത്വം ഇപ്പോൾ വിശദീകരിക്കുന്നത്. രാവിലെ നമ്മൾ M സ്വരാജുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്തെ നാടകമാണ്. UDF നേതാക്കളുടെ വാഹനങ്ങൾ പരിശോധിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കിയാൽ മാത്രമേ ഇതെല്ലാം ശരിയാകൂ എന്നൊരു പരിഹാസമാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് അല്പസമയം മുൻപ് നടത്തിയത്. എന്തായാലും അതിനുശേഷം PK ബിജു ആണ് പിന്നീട് LDFിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാഹനം 4 തവണ വടവണം പാലത്തിന് സമീപത്ത് വെച്ച് പരിശോധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൽ വെച്ച് പരിശോധിച്ചിട്ടുണ്ട്. പെട്ടി മാത്രമല്ല, ബോണറ്റും ഡിക്കിയും വരെ തുറന്ന് പരിശോധന നടത്തി. അതിൽ തങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. എന്തെങ്കിലും ഭയപ്പെടാനുള്ള ആളുകൾക്ക് മാത്രമേ അതിൽ പ്രശ്നമുള്ളൂ എന്നാണ് പറഞ്ഞത്. കുറച്ചുകൂടി കടത്തി പറഞ്ഞു MV ഗോവിന്ദൻ മാസ്റ്റർ. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത് താന്തോന്നിത്തരമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു പ്രതികരണം ചോദിച്ചപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു മറുപടി. എന്തെങ്കിലും ഒളിച്ചു വെക്കാനുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകൂ എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. എന്തായാലും CPIM ആദ്യഘട്ടത്തിൽ ഇതൊരു വലിയ വിവാദമാകുമെന്ന് CPIM ഭയപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ LDF ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ കൂടി പ്രതികരണം പുറത്തു വന്നിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്ന് K രാധാകൃഷ്ണൻ MP യുടെ വാഹനം പരിശോധിച്ചു, അബ്ദുൽ വഹാബ് MP യുടെ വാഹനം പരിശോധിച്ചു എന്ന തരത്തിൽ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം വരുന്നുണ്ട്. അത് മുഴുവൻ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. പാലക്കാട്ടേതുപോലെ ഒരു ഹോട്ടലിൽ കയറിയുള്ള ഒരു പരിശോധന ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇടതു നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് UDF നേതാക്കൾ ഇത് വിവാദമാക്കിയപ്പോൾ ഉണ്ടായി എന്ന ഒരു നിലപാടിലാണ് അവർ ഉള്ളത്. SKN ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.